തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ ഓഫീസ് ബി.ജെ.പി. കൗൺസിലർമാർ ഉപരോധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ബി.ജെ.പി. മുന്നോട്ട് പോവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓഡിയോ ഓഡിയോ ഞാൻ ബി രാജേഷിന്റെ ബൈറ്റ് ഇതിനപ്പുറം തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസ് ബി.ജെ.പി. കൗൺസിലർമാർ ഉപരോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ബി.ജെ.പി. പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിന്റെ ഭാഗമുള്ള ഒരു ഉപരോധമാണ് ഇപ്പോൾ നടക്കുന്നത്. അഖിൽ പാലോട്ടുമഠം നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി.ജെ.പിയുടെ തീരുമാനം. പലതരം അഴിമതികൾ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ഒരു കൗൺസിലർക്ക് ജോലി കൂടി ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ വിഷയത്തിൽ ഇവർ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്? ഒപ്പം തന്നെ കൗൺസിലർമാരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ആരായാം. കഴിഞ്ഞ ദിവസം മുതലാണ് ബി.ജെ.പി. കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ നഗരസഭയ്ക്കുള്ളിലും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. CPM-ന്റെ കൗൺസിലർമാരെ അടക്കം CPM പ്രവർത്തകരെ ബോധപൂർവമായി നഗരസഭാ ജീവനക്കാരായി തിരുമ്മിക്കയറ്റാനുള്ള CPM കൗൺസിൽ യോഗത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറിയും കൗൺസിലറുമായ വി രാജേഷ് ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ കൗൺസിൽ യോഗം ഈ തീരുമാനമെടുത്ത് ബോധപൂർവമാണ് ഇത്തരത്തിൽ CPM-കാരെ തിരുമ്മിക്കയറ്റുന്നത്. ബി.ജെ.പി. സമരം ശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഒരു നിമിഷം പോലും വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിലാണ് ബി.ജെ.പി. കൗൺസിലർമാരൊക്കെ തന്നെ. കഴിഞ്ഞ ദിവസം പോലീസുകാർ ഒരു 8-10 പോലീസുകാർ ചേർന്നാണ് വനിതാ കൗൺസിലർമാർ ഉപദ്രവിച്ചത്. എന്നിട്ടും അവരൊക്കെ തന്നെ വളരെ ശക്തമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. വളരെ വലിയ സമ്മർദ്ദ യുവജനങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ട്. അതായത് CPM-ന്റെ ഭരണസമിതി ഈ കഴക്കൂട്ടം കൗൺസിലർ LS കവിത ഉൾപ്പെടുന്ന ഭരണസമിതി ഇൻ്റർവ്യൂ നടത്തിയിട്ട് കവിതയെ തന്നെ ജോലിക്കെടുത്തിരിക്കുകയാണ്. 56 പേര് ജോലിക്കെടുത്തതിൽ ഏകദേശം ഒരു 40 പേർ വരെ CPM-ന്റെ വിവിധ ചുമതലകൾ വഹിക്കുന്നവരവിടെ കുടുംബാംഗങ്ങളാണ്. അപ്പോൾ സാധാരണക്കാർക്ക് ആർക്കും ജോലി കിട്ടുന്നില്ല. ഇവരൊക്കെ തന്നെ ജോലിക്ക് കയറിയിട്ട് ഈ റോഡിലുള്ള പുല്ല് വെട്ടാനോ അതുപോലെ തന്നെ നഗരം ശുചീകരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നഗരം മുഴുവനും വൃത്തിഹീനമായി കിടക്കുന്നു. അങ്ങനെ ഒരു 2000-2500 CPM പ്രവർത്തകർ വിവിധ തസ്തികകളിലായി കഴിഞ്ഞ 10-30 വർഷം കൊണ്ട് ഇവിടെ കയറിയിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരെ അവർ ഒരു ജോലിക്കും പോകില്ല. അപ്പോൾ അർഹതയുള്ളവരെയൊക്കെ തന്നെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ CPM ആയിരിക്കണം, അല്ലെങ്കിൽ CPM കൗൺസിലർ ആയിരിക്കണം. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമരത്തിലാണ് കൗൺസിലർമാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇവിടെ ഇന്ന് കർക്കിടക വാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ്, ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയതിനനുസരിച്ച് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ഉദ്യോഗസ്ഥരെ കൗൺസിലർമാർ അകത്ത് വിട്ടിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥർ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. എന്നാൽ മേയറെ ഈ അഴിമതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിയായിട്ടുള്ള, അതായത് പണം വാങ്ങിക്കൊണ്ടും രാഷ്ട്രീയം CPM രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടും ഇവിടെ 56 ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മേയറെ അവർ ഉപരോധിക്കുകയാണ്. ഒന്നുകിൽ മേയർ രാജിവെക്കണം, അല്ലെങ്കിൽ ലിസ്റ്റ് പിൻവലിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഴിയാണ് ഇതിന് നിയമനം നടത്തിയിരിക്കുന്നത്. ഇതിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ ഒരു സമരം നടക്കുന്നതിനിടയിൽ ബോധപൂർവമായി വന്ന ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട്. ഈ സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അല്ല, ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ മേയറും ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഇവരുടെ ഒരു വനിതകളാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം സമാധാനപരമായ സമരം നടക്കുമ്പോഴേക്കും ഇതിനിടയ്ക്ക് പ്രകോപനപരമായിട്ട് പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ബോധപൂർവം അക്രമവും അതിക്രമവും ഒക്കെ വരുത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കും BJP വളരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ BJPയുടെ കൗൺസിലർമാർ സമാധാനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജനകീയ സമരമാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ സമരം ജനാധിപത്യപരമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. കഴിഞ്ഞ 4.5 വർഷമായും ഒരക്രമവും കോർപ്പറേഷനിൽ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനുള്ള അവസരം കൊടുത്തില്ല. ഒരു പേപ്പർ കഷ്ണം പോലും ഇവിടെ നശിച്ചിട്ടില്ല. നിരവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. 86 ദിവസം, ഒരിക്കൽ നികുതി തട്ടിപ്പിനെതിരായിട്ട് 30 ദിവസവും
നിയമന തട്ടിപ്പിനെതിരായി 86 ദിവസം സമരം ചെയ്തിട്ട് ഒരു കടലാസ് കഷ്ണം പോലും ഈ കോർപ്പറേഷൻ്റേത് നശിച്ചിട്ടില്ല. അത്രത്തോളം വളരെ സൂക്ഷ്മമായി ജനാധിപത്യപരമായിട്ടാണ് സമരം ചെയ്തത്. ഞങ്ങളുടെയൊക്കെ വനിതാ കൗൺസിലർ നിങ്ങൾ ഓരോരുത്തരും ഇത് കഴിഞ്ഞിട്ട് വ്യക്തിപരമായിട്ട് കണ്ട് സംസാരിച്ച് നോക്കണം. ഈ പെൺകുട്ടികളുടെ പലരുടെയും കൈയും ശരീരമൊന്നും അനക്കാൻ വയ്യ. 8ഉം 10ഉം വളരെ അക്രമികളായ വനിതാ പോലീസുകാരെ കൊണ്ടുവന്നിട്ടാണ് ഇവരെ വലിച്ചഴിച്ചത്, റോഡിലിട്ട് വലിച്ചഴിച്ചത്. അതും എങ്കിലും ഇവർ സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഈ ലിസ്റ്റ് പിൻവലിക്കുന്നവരെ സമരം തുടരും. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നടപടിയുണ്ടല്ലോ, ബോധപൂർവമായി സമരം ചെയ്യുന്ന കൗൺസിലർമാരെയൊക്കെ തന്നെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് മാറ്റുക, അവരെ ആക്രമിക്കുക എന്നുള്ളത് അത് പോലീസിന്റെ ഒരു നയമാണോ? അതായത് ഒരു 12-13 BJPയുടെ വനിതാ കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ബസ് നിറയെ വനിതാ പോലീസിനെ കൊണ്ടുവരികയും അവരുടെ ഒരു ഭീകര താണ്ഡവമായിരുന്നു. കൗൺസിൽ ഹാളിലും ഡയസിലും ഒക്കെ കയറിയിട്ട് 2-3 പേർ ഒരാളെ പിടിച്ചു മാറ്റുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു 10-15 പോലീസുകാർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ റോഡിലിട്ട് വലിച്ചിഴയ്ക്കുന്നത് അത് നിയമപാലനമല്ല, അത് ശുദ്ധ തോന്നിയാസമാണ്. അപ്പോൾ അഴിമതിക്കാരെയും CPM പാർട്ടി പ്രവർത്തകരെയും ജോലിക്കെടുക്കാൻ വേണ്ടി അവരെ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തസ്തികകളൊക്കെ തന്നെ കുത്തി നിറയ്ക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന വനിതാ കൗൺസിലർമാരെ, BJP കൗൺസിലർമാരെ ഉൾപ്പെടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചുകൊണ്ടാണ് അതിനെ അടിച്ചൊതുക്കാൻ നോക്കുന്നത്. തിരുവനന്തപുരം നഗരം വൃത്തിഹീനമായി കിടക്കുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വർഷങ്ങളായി താൽക്കാലിക തസ്തികയിൽ ജോലി ചെയ്യാൻ വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുള്ളവർ CPM നേതാക്കന്മാരും പ്രവർത്തകരുമാണ്. അവർ ജോലി ചെയ്യാൻ പോകില്ല, അവർ രാവിലെ നഗരം തൂക്കാൻ പോകില്ല, പുല്ല് വെട്ടാൻ പോകില്ല, നായ പിടിക്കാൻ പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നഗരം വൃത്തികേടായി കിടക്കുന്നത്. ഇവർ രാവിലെ വന്ന് ഒപ്പിട്ടിട്ട് അവർ പാർട്ടി പണിക്ക് പോകും. ഇവരെ നിയന്ത്രിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് സാധിക്കില്ല. ഉദ്യോഗസ്ഥൻ ഇവരെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നാളെ ആ ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ ആയിരിക്കും. BJP പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. രാഹി, ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ കൗൺസിലറുമായ VV രാജ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ സമരത്തിന്റെ പ്രസക്തിയാണ്. ഈ നഗരസഭയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് അശോക് കുമാർ സാറ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൈ പോലും പരിക്കേറ്റിട്ട് പോലും അദ്ദേഹം ഈ സമരത്തിന് നേതൃത്വം നൽകാൻ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സമരത്തിന്റെ എത്രമാത്രമാണ് അതിന്റെ വ്യാപ്തി എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും BJP കൗൺസിലർമാര് അതിശക്തമായ സമരവുമായി ഇപ്പോൾ മേയറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. പലതവണയാണ് പല കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തുകയും ഇവരുടെ സമരത്തിനിടയിലേക്ക് വന്നതിനു ശേഷം അവർ ആ സമരത്തെ അലങ്കോലപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ബോധപൂർവമായി ആ സമരത്തെ അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഈ CPM കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ BJP നേതാവ് VV രാജേഷ് സൂചിപ്പിച്ചതുപോലെ ആര്യ രാജേന്ദ്രൻ ഇവിടെ മേയറായി എത്തിയതിനു ശേഷം അതായത് ഈ 28/12/2020 ആര്യ രാജേന്ദ്രൻ മേയറായി ഇവിടേക്ക് എത്തുന്നത്. ആര്യ രാജേന്ദ്രൻ മേയറായി എത്തിയത് മുതൽ നഗരസഭയിൽ നടക്കുന്നത് പൂർണ്ണമായും അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം SC ഫണ്ട് തട്ടിപ്പ്, കാരണം സാധാരണക്കാരായ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പായ SC ഫണ്ട് തട്ടിപ്പ്, അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ അഴിമതി നടത്തുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നത് എന്ന് പറയാൻ സാധിക്കുന്നതാണ് പാർട്ടിക്കാർക്ക് നിയമനം നടത്തുന്നതിലേക്ക് വേണ്ടി ബോധപൂർവമായി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പന് തന്നെ കത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിക്കാരെ തിരുമിക്കയറ്റാനുള്ള സഖാവ് ആര്യ രാജേന്ദ്രന്റെ, മേയർ ആര്യ രാജേന്ദ്രന്റെ കുടില ബുദ്ധിയാണ് കഴിഞ്ഞ ഈ 2020 ആര്യ അധികാരത്തിലെത്തിയത് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യത്തിലും നേരത്തെ VV രാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ഏകദേശം BJP നേതാക്കൾ 86 ദിവസത്തോളം സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ്, അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് കൗൺസിലറായ ഈ കേരളത്തിലെ ഇതുവരെ ജനാധിപത്യത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് നിലവിൽ കൗൺസിലറായിരിക്കുന്ന ഒരു CPM കൗൺസിലർ തന്നെ ഇൻ്റർവ്യൂ നടത്തിയതിനു ശേഷം ആ കൗൺസിലറെ തന്നെ ജോലിക്കെടുക്കുക എന്ന് പറയുന്നത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അത്തരത്തിൽ കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ, കേരളത്തിലെ യുവാക്കളൊക്കെ തന്നെ കേരളത്തിൽ PSC എഴുതി കേരളത്തിൽ ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ ഇതിൽ വലിയ പ്രതിഷേധമൊന്നും രേഖപ്പെടുത്താൻ ഇടത് യുവജന സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ ഒന്നും തന്നെ രംഗത്തെത്തിയില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയിൽ പോലും അതിക്രമ സമരം നടത്തിയ SFI ഒന്നും ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം നടത്തിയിടത്ത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തായാലും രാഹി, ഇപ്പോൾ BJP കൗൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉപരോധിക്കുമ്പോൾ പോലും ആ കൗൺസിലർമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ബലിതർപ്പണത്തിനടക്കം എത്തുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബലിതർപ്പണ കേന്ദ്രമാണ് തിരുവല്ല പരശുരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ബലിതർപ്പണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് അത് നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു യോഗം ഉണ്ടായിട്ട് പോലും ആ യോഗത്തിലേക്ക് വന്ന മേയർ അടക്കമുള്ള ആൾക്കാർ ഓഫീസിലേക്ക് കടത്തിവിട്ടതിനു ശേഷമാണ് ഒരു പ്രതിഷേധം, ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം നടത്താൻ BJP കൗൺസിലർമാർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ഗായത്രി ബാബു, നമുക്ക് ഗായത്രി ബാബുവിനെ വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ആ ഗായത്രി ബാബുവിൻ്റെ വാർഡിലാണ് നേരത്തെ ഒരു റോഡ് ഇടിഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർത്താ സംഘം തന്നെ അവിടേക്ക് പോകുന്ന സമയത്താണ് ഗായത്രി ബാബുവിൻ്റെ മുൻ അച്ഛനും മുൻ കൗൺസിലറും കൂടിയായ വഞ്ചിയൂർ ബാബു അടക്കം നമ്മുടെ മാധ്യമ സംഘത്തെ അധിക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സംഭവം ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ BJP കൗൺസിലർമാർ ആര്യ രാജേന്ദ്രൻ്റെ ഓഫീസിന് മുമ്പിൽ ശക്തമായ പ്രതിഷേധവുമായി സമരത്തിന് നേതൃത്വം നൽകുന്ന അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാഹി, അഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേട്ടുകേൾവിയില്ലാത്ത കാര്യം. അതായത് തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലറായി എത്തുന്നു, ഒടുവിൽ ആ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഒരു കസേര ഉറപ്പിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം ഡിവിഷൻ കൗൺസിലർ LS കവിത. എന്തായാലും കവിതയ്ക്ക് കാലാവധി കഴിയുന്നതിന് മുൻപ് ഒരു കസേര ഓഫർ ചെയ്തിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ. എന്നാൽ ആ കസേര അങ്ങനെ അങ്ങ് ഇരുന്ന് സുഖിക്കേണ്ട കാര്യമില്ല എന്നാണ് BJP പറയുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ ഓഫീസ് ഇപ്പോൾ ഉപരോധിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുക, 56 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം എന്ന ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ കഴക്കൂട്ടം ഡിവിഷൻ കൗൺസിലർ LS കവിത സ്ഥാനമൊഴിയാനൊക്കെ തീരുമാനിച്ചേക്കാം. കാരണം ഇതിൻ്റെ കാലാവധി കഴിയാറായല്ലോ. അപ്പോൾ തീർച്ചയായും ഇനി ഒരു കസേര കിട്ടിയ സ്ഥിതിക്ക് ചിലപ്പോൾ സ്ഥാനമൊഴിയാനുള്ള ഒരു പദ്ധതിയൊക്കെ ഇട്ടേക്കാം. കാരണം ഒരുപക്ഷെ കോടതിയുടെ ഇടപെടലൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പുലിവാലായി മാറും. അതുകൊണ്ട് തന്നെ സാധാരണ CPMന്റെ ഒരു അടവ്, സാധാരണ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പതിവ് രീതി ചിലപ്പോൾ ഇതിലും പിന്തുടർന്നേക്കാം. എന്തായാലും അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഒരു കാരണവശാലും ഇവരെ സ്ഥാനമൊഴിഞ്ഞ് പോകാനുള്ള ഒരു വഴി ഒരുക്കില്ല. ഈ ലിസ്റ്റ് റദ്ദാക്കണം എന്ന ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യം തന്നെയാണ് നേരത്തെ VV രാജേഷും ജനം TVയോട് പറഞ്ഞത്. കോർപ്പറേഷനിലെ സാനിറ്റേഷൻ വർക്കർ നിയമനം സ്വീകരിക്കാനാണ് കവിത തീരുമാനിച്ചത്. നിയമന പട്ടികയിൽ കൂടുതലും പാർട്ടിക്കാരാണ് എന്നിരിക്കെയാണ് ഇതിനിടയിൽ ഒരു കൗൺസിലറെ കൂടി തിരികെ കയറ്റാൻ ശ്രമം നടന്നത്. എന്തായാലും BJP വിട്ടുകൊടുക്കില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും നഗരസഭയിൽ മേയറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു. മേയറുടെ ഡയസിന് മുന്നിൽ നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും സമാധാനപരമായി മുന്നോട്ട് പോകണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട് എന്നും നേരത്തെ VV രാജേഷ് പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിനിടെ പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താനും ബലപ്രയോഗത്തിലൂടെ അവരെ അവിടെ നിന്ന് നീക്കാനുമുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു. പല കൗൺസിലർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുമാണ്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വിട്ടുവീഴ്ച ഇല്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് BJP ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നത്. BJP കൗൺസിലർമാരെല്ലാം തന്നെ ഉപരോധത്തിൽ പങ്കെടുക്കുകയാണ്. രാജി
പോകൂ. കൊള്ളയടിച്ച് പാവപ്പെട്ട ജനങ്ങളെയാകെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് അയ്യയ്യത് നാണക്കേട് അയ്യയ്യത് നാണക്കേട് അമ്പപ്പോ ഇത് മാനക്കേട് രാജിവെച്ച പുറത്തു പോകൂ. പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം അനന്തപുരിയുടെ പ്രതിഷേധം കൗൺസിൽ പാർട്ടി പ്രതിഷേധം ജയ് ജയ് ബിജെപി ജയ് ജയ് ബിജെപി ഹലോ ഭാരത് മാതാ കേ ട്രൈപോഡ് കൊണ്ടുപോട്ടാ ചേട്ടൻ ട്രൈപോഡ് കൊണ്ടുപോട്ടാ തിരുവനന്തപുരം നഗരസഭയിൽ മേയറുടെ ഓഫീസ് BJP കൗൺസിലർമാർ ഉപരോധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.